Good morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning. ഇന്നാരാണ് prayer? ഞാൻ പറയാം. Morning, ma'am. ഞാനാണ് മാം. ആരാണ് പറയണത്? ഒരു അനീഷ. ഞാൻ പറയാം. പടം. ഹലോ. ഹലോ. കേക്കാണ് പറഞ്ഞോട്ടോ. ഓക്കെ. ഓക്കെ ഓക്കെ. പാടട്ടെ, കേൾക്കണ്ട? കേൾക്കണ്ട്, പാടിക്കോ. Dear God, please keep me happy today. Help me to be bright, cheerful and gay. Help me to do the things you want me to be to others, kind and good. My parents, teachers, and friends who bless and keep us all in happiness. And keep us all in happiness. And keep us. Thank you. Thank you. Actually, ഹലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വേണം മാക്സിമം എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ട് വേണം ക്ലാസ്സിൽ ഇരിക്കാൻ. അല്ലെങ്കിൽ ഇങ്ങനെ ഓൾറെഡി കൊടുത്ത് ക്ലാസ് മാത്രം എടുത്ത് പോകും. അങ്ങനെ ചെയ്യണ്ടല്ല. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ മ്യൂട്ട് ചെയ്യുക. ഒരാള് സംസാരിക്കുമ്പോ അയാൾക്ക് ആ സമയം കൊടുക്കാന്നുള്ളത് എന്താണ്? നമ്മൾ കാണിക്കുന്ന റെസ്പെക്ട് ആണ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. മ്യൂട്ട് ചെയ്യാട്ടോ എല്ലാവരും. അയാൾ സംസാരിക്കുമ്പോ നമ്മൾ ഇടയ്ക്ക് സംസാരിക്കാതിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ മ്യൂട്ട് ഓൺ ആക്കിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് റെസ്പെക്ട് ഇല്ല എന്നാണ് കാണിക്കേണ്ടത്. നമ്മൾ ഇതേ മാക്സിമം റെസ്പെക്ട് കാണിക്കുക. നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റും. ഒരാൾ സംസാരിക്കുമ്പോ അല്ലെങ്കിൽ ഒരാൾ പ്രയർ ചൊല്ലുമ്പോ ആ ഒരു ടൈം നമ്മൾ അവർക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇന്ന് കോഴ്സ് ആരുടെയാണ്? കോഴ്സ് ഓഫ് ദ ഡേ ആരാ പറയുന്നത്? മാം ഞാൻ പറയാം. ഓക്കെ, പറഞ്ഞോടാ. പറയട്ടെ മാം. പറഞ്ഞു വെച്ചേ. Education is the most powerful weapon which you can use to change the world. Dr. APJ Abdul Kalam. ഓക്കെ, നമുക്ക് അറിവുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകം തന്നെ എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാനായിട്ട് പറ്റും. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റി വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആരൊക്കെ പ്രിപ്പയർ ചെയ്തേ? ഞാൻ ചെയ്തിന് മാം. ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയ്തോരൊന്ന് മെസ്സേജ് ചെയ്യും. പേര് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, സഞ്ജന ചെയ്തു എന്ന് പറയുന്നത്. മോളൊന്ന് മ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ ഓൺ ആക്കി ആ പേപ്പർ A4 ഷീറ്റിൽ അല്ല ബുക്കിലല്ലേ ചെയ്തിരിക്കുന്നത്, അതൊന്ന് കാണിച്ചേക്ക് കേട്ടോ. ഞാനൊന്ന് എല്ലാവർക്കും കാണുന്ന രീതിയിൽ ആക്കാം. സഞ്ജന എന്ന് പറഞ്ഞ ഞാനല്ലേ. സഞ്ജന ക്ലിയർ ആണോ മാഡം? നോക്കട്ടെടാ. ഓക്കെ, നോക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. പേര് എഴുതിയില്ലേ? നോസിയർ കാണാത്തേണാ? എഴുതിയിട്ടുണ്ട് മാഡം. കാണാത്ത ഞാൻ പെൻസിൽ വെച്ച് എഴുതി. എന്തെങ്കിലും തിരുത്തണമെന്നുണ്ടെങ്കിൽ പേന വെച്ച് തിരുത്തിയിട്ട് എഴുതാന്ന് വിചാരിച്ചിട്ടേ. ഓക്കെ അത് ചെക്ക് ചെയ്തിട്ട് ക്ലിയർ ആക്കാന്ന് വിചാരിച്ചു. ഓക്കേടാ.
വേറൊരു ദേവിക. ദേവിക മോനൊന്ന് കാണിച്ച് ഇമേജ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ മ്യൂട്ടായി. കാണുന്നുണ്ടോ മാം? മുന്നോട്ട് ഇടാം. കാണാമോ? ദേവിക കാണുന്നില്ലയോ മാം? നോക്കട്ടെ, ഒരു മിനിറ്റ്. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. നല്ല ക്രിയേറ്റീവ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? എല്ലാവരുടെയും കാണിക്കണോ മാം? വേണ്ട, ഞാൻ വേണ്ട, ഞാൻ റാൻഡം ആയിട്ടാ വിളിച്ചത്. എല്ലാവരും പ്രിപ്പയർ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കണു. ഓക്കെ ഇടാ, നല്ലതാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ മാം? ഇന്നലെ ആബ്സെന്റ് ആയിരുന്നു. അപ്പൊ ഇത് അസൈൻമെന്റ് ആണോ ഇത് ആക്ടിവിറ്റി ആണോ എന്ന് മാത്രം ഒന്ന്. ആക്ടിവിറ്റി ആണോ? അപ്പൊ നമ്മൾ അസൈൻമെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ടില്ലല്ലോ. ഇല്ല, അസൈൻമെന്റ്സ് ആക്ടിവിറ്റീസ് ആണ്. നിങ്ങൾ ഓരോരുത്തര് ഇന്നത്തെ ചാപ്റ്റർ ഇന്നത് ചെയ്യണമെന്നുണ്ട്. ഓരോ ചാപ്റ്റർ എടുക്കുമ്പോ ടീച്ചർമാർ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. അസൈൻമെന്റ് ബുക്കിലോ അല്ലെങ്കിൽ ഒരു ബുക്കിൽ ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ ഞാൻ ഗുഡ് ഹാബിറ്റ്സിന്റെ സോങ്സ് പ്രിപ്പയർ ചെയ്തിട്ട് അതേപോലത്തെ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കണമെന്നുണ്ട്. അതാണ് നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്തത്. ഇന്നലെ ഞാൻ ഇല്ലായിരുന്നു. അസൈൻമെന്റ് എന്നാണ് ഒരുപാട് പേര് പറഞ്ഞത്. അതാണ് ഞാൻ ചോദിച്ചത്. ഹലോ മാഡം, ഹലോ മാം. പറഞ്ഞോടാ. ഞാൻ പുതിയ ആളാണ്, ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. എന്റെ പേര് അശ്വതി. ഹലോ മാഡം. ഹലോ ഹലോ അശ്വതി. ഹലോ എല്ലാവരും ഒന്ന് മ്യൂട്ട് ആക്കി. മാം, എന്റെ പേര് അശ്വതിയാണ്. ഞാൻ ആയിരിക്കോളും. നമ്മൾ അധികം പോർഷൻസ് ഒന്നും കവർ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ചോദിക്കാം. ഞാനിപ്പം ഇന്ന് ക്ലാസ് എടുക്കുന്നത് ലാസ്റ്റ് പോർഷൻ ആയിട്ടുണ്ട്. ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോർഷൻ. നമ്മള് പാർട്ട് 1 മൊഡ്യൂൾ 1 എന്താണ് പാർട്ട് 1 യൂണിറ്റ് 1 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർക്ക് ക്ലാസ് ഏത് ക്ലാസ് ആണ് എടുക്കുന്നത്, ആരാണ് എടുക്കുന്നതെന്നുള്ള അറിവ് പോലും ഇപ്പോഴും ഇല്ല. ഒന്ന് ശ്രദ്ധിക്കുക, ഏതൊക്കെ ക്ലാസ് ആണ്, ആരൊക്കെയാണ് എടുക്കുന്നത്, ഏത് ടീച്ചറാണ് ഏത് ക്ലാസ് കണ്ടിന്യൂ ചെയ്യണമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഒന്ന് ആ ടീച്ചറിന്റെ ബുക്കിൽ അതൊന്ന് എഴുതി വെക്കുക. ഇന്ന ടീച്ചർ ഇന്ന ചാപ്റ്റർ ഇന്ന കാര്യങ്ങൾ പറഞ്ഞ ലെക്ചർ നോട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കാം. അസൈൻമെന്റ് ബുക്കിലാണെന്നൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞതാണ്. വീണ്ടും ചോദിക്കുന്നത് എന്താണ്, അസൈൻമെന്റ് ബുക്കിൽ എഴുതിയാൽ മതി കേട്ടോ. ഓരോരുത്തരും ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ആണ്. നമ്മളത് എന്ത് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോകണമെന്നുള്ളൂ. നമ്മൾ അസൈൻമെന്റ് ബുക്കിൽ ചെയ്താൽ മതി. ഞാൻ എല്ലാവരെയും മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കാരണം ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് നിങ്ങളുടെ സംസാരം. അതുകൊണ്ടാണ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും, മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, ഓക്കെ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടന്റ്സ് ഓഫ് ഫിറ്റ്നസ് വരെ ഡൗട്ട് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് സംസാരിക്കാം. ഒരു 10 മിനിറ്റ്സ് നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞിട്ട് 10 മിനിറ്റ്സ് ഇരുന്ന് ഡൗട്ട് സംസാരിക്കാം. ഓക്കെ, അതേപോലെ പുതിയ കുട്ടികൾ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, നാളെ ഞാൻ നിങ്ങളോട് എന്താണ് നാളത്തെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അത്? ഇല്ലാലോ. നാളെ എന്താ ഇമ്പോർട്ടൻസ്? നാളെ എന്ത് ഡേയാ? നാളെ എന്ത് ഡേയാ?
നോ മാത്രം അയക്കാൻ അറിയുള്ളൂ. നാളെ എന്ത് ദിവസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടെ? ടീച്ചേഴ്സ് ഡേ ആ? ഓക്കെ, ചിൽഡ്രൻസ് ഡേ ആണ്. അപ്പോൾ നിങ്ങളുടെ ടുമാറോ ആരുടെ ക്ലാസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രെയർ സോങ്ങും ഏതാണ് പ്രെയർ സോങ്ങും കോട്ട് ഓഫ് ദ ഡേ കഴിഞ്ഞിട്ട് ചിൽഡ്രൻസ് ഡേയുടെ പ്രത്യേകത പറയുന്ന രീതിയിലൊരു സ്പീച്ച് ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യാം പ്രിപ്പയർ ചെയ്ത് വരാം. ഞാൻ ഒരാളെ ഏൽപ്പിക്കട്ടെ, അയാൾ ഇംഗ്ലീഷിലായിരിക്കണം. ചിൽഡ്രൻസ് ഡേനെ കുറിച്ചിട്ടുള്ള ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരാളെ ഏൽപ്പിക്കട്ടെ. ഓക്കെ, ഞാൻ റാൻഡം ആയിട്ട് ഒരാളെ അസൈൻ ചെയ്യാം. അയാൾ നാളെ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്ത് വരണം കേട്ടോ. സെറീന മലയാളത്തിലല്ല ഇംഗ്ലീഷിലാണ്. സെറീന ഓക്കെ, മോനെ കിട്ടിയല്ലോ. എന്താണ് നാളത്തെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടുള്ള ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പ്രസന്റ് ചെയ്യാം. നാളത്തെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. എന്തുകൊണ്ടാണ് നമ്മൾ ആ ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് സ്പീച്ച് പ്രോപ്പർ ആയിട്ട് സ്പീച്ച് എന്ത് ചെയ്യാൻ പ്രിപ്പയർ ചെയ്ത് വരണം. ഓക്കെ, അപ്പം താങ്ക് യു. നമ്മൾ ക്ലാസ്സിലേക്ക് വരണം. ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. 3 ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് ഉള്ളത്. ഫിസിക്കൽ ഫിറ്റ്നസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻടു 3. 3 ആയിട്ട് നമുക്ക് എന്ത് പറയാം, ഫിസിക്കൽ ഫിറ്റ്നസിനെ ക്ലാസിഫൈ ചെയ്യാം. ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, ആരോഗ്യപരമായിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ്. സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, ബുദ്ധിപരമായിട്ടുള്ള അല്ലെങ്കിൽ കായികപരമായിട്ടുള്ള എന്താണ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഇനി കോസ്മെറ്റിക് ഫിറ്റ്നസ്. ഫസ്റ്റ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. വ്യായാമങ്ങളും കായിക പ്രവർത്തനങ്ങളിലൂടെയും ഒരു വ്യക്തിയുടെ ആരോഗ്യമായ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നതാണ് ആരോഗ്യപരമായ ഉന്നതിയിലേക്ക് എത്തിക്കുക. ഇങ്ങനത്തെ പ്രവർത്തനങ്ങളെയാണ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള എന്താ പറയാ ക്ഷമതനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കായിക ക്ഷമത എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യായാമം കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഫിസിക്കൽ ഫിറ്റ്നസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഇപ്പൊ നമ്മൾ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്ന ആ വ്യക്തികളെ നമുക്ക് പരിചയം ഉണ്ടാവില്ല, അവർക്കൊക്കെ എന്തുണ്ട്, ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്. ഓക്കെ, ഫിസിക്കലി ഫിറ്റ് ആണ്. നമ്മൾ ചില എക്സാം അല്ലെങ്കിൽ ചില ജോലിക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചില ഫിസിക്കൽ ടെസ്റ്റുകളൊക്കെ നടത്താറുണ്ട്. ഇപ്പൊ കായികക്ഷമത കൂടുതലുള്ള ജോലികളാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യാറുണ്ട്, ഈ മെഡിക്കലും അതേപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ നടത്താറുണ്ട്. അത് എന്തുകൊണ്ടാണ്, അവർക്ക് കായികക്ഷമത കൂടുതൽ ആവശ്യമാണ്. ഇപ്പൊ പോലീസ് അതേപോലെ തന്നെ ഫോറസ്റ്റ് അങ്ങനത്തെ കാറ്റഗറീസിലേക്കൊക്കെ ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, അവർക്കൊക്കെ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ത് ചെയ്യാറ്, ടെസ്റ്റ് ചെയ്യാറ്. നോക്കാം, ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഇറ്റ് ഈസ് ദ പവർ ഓർ കപ്പാസിറ്റി ടു ലീവ് എ ഫുൾ ആൻഡ് എഫിഷ്യന്റ് ലൈഫ് ദാറ്റ് വൺ ഈസ് കേപ്പബിൾ ഓഫ് ബീയിങ്. ഒരു വ്യക്തിക്ക് അനുവദിച്ചിട്ടുള്ള, ഒരു വ്യക്തിനെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് അനുവദിച്ചിട്ടുള്ള ലൈഫ് നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ നല്ല ഫുൾ കപ്പാസിറ്റിയോട് കൂടി നമുക്ക് ജീവിക്കാൻ പറ്റും. ആർക്കാണ്, എല്ലാവർക്കും കേൾക്കാൻ പറ്റണില്ലേ? മോന്റെ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. എന്താ പറയുക, നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആ പറയുന്നത് ഒരു വ്യക്തിക്ക് അനുവദിച്ചിട്ടുള്ള ജീവിതം അവർ നല്ല രീതിയിൽ അവരുടെ എന്താ പറയാ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി പൂർണ്ണ കപ്പാസിറ്റിയോട് കൂടി നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് അവർ ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ അവരെന്താണ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട് എന്ന് പറയാം. അടുത്തതാണ് സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. നമുക്ക് കായികം അല്ലെങ്കിൽ കായികേന്ദ്ര പ്രവർത്തനങ്ങളിൽ ഒരു വ്യക്തിക്ക് പ്രകടമായ നൈപുണ്യം ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ എന്തുണ്ടാവും, ഓരോ എന്താ പറയാ, നമ്മളെല്ലാവർക്കും പല പല കഴിവുണ്ടാവും. ചില ആൾക്കാർക്ക് നല്ല സ്പീഡിൽ ഓടാനുള്ള കഴിവായിരിക്കും, ചിലവർ നന്നായിട്ട് ഫുട്ബോൾ കളിക്കും. അപ്പൊ അങ്ങനത്തെ സ്കിൽ നമ്മൾ ഓരോ വ്യക്തികളിലും ഹിഡൻ ആയിട്ടുള്ള കാര്യമാണ് ഈ സ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ സ്കിൽ എന്ത് ചെയ്യാൻ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാം. ദിസ് കൺസിസ്റ്റ് ഓഫ് ദോസ് കണ്ടന്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്
that have the relationship with enhance the performance in sport and motor skill. ചില വ്യക്തികൾക്ക് ഓരോ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി അവർക്ക് സ്പെഷ്യൽ സ്കിൽ ഉണ്ട്. നമുക്കറിയാം ചില കുട്ടികൾ ഓർമ്മ കാണുമ്പോ ഇതിന് നല്ല സ്കിൽ ഉണ്ടല്ലോ, ഒന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവനെ ചെയ്യാൻ പറ്റും, മുന്നോട്ട് വരാനായിട്ട് പറ്റും. ചില കുട്ടികൾ ഫുട്ബോൾ ഒക്കെ കളിക്കുമ്പോൾ നമ്മൾ ആ കുട്ടിനെ മാത്രം അതിന് സെലക്ട് ചെയ്യും. കാരണം എന്താണ്, ആ കുട്ടിക്ക് അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള സ്കിൽ ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ഈ എലമെന്റ്സ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ദ എലമെന്റ്സ് ആർ കോമൺലി ഡിഫൈൻ ആസ് സ്പീഡ്. ഒരു വ്യക്തിക്ക് ഇത് നല്ല സ്പീഡിൽ ഓടുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കും. അപ്പൊ ആ കുട്ടി എന്താണ്, ഭാവിയിൽ നല്ലൊരു സ്പോർട്സ്മാൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അജിലിറ്റി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ചടുലത, വേഗം നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്താണ് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ. ദെൻ കോർഡിനേഷൻ, അവരുടെ എല്ലാ സെൻസ് ഓർഗൻസും അതേപോലെ അവരുടെ ബോഡി പാർട്സ് ഒക്കെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലും എന്താണ്, ആ ഒരു വ്യക്തിക്ക് സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. കായികേതര പ്രവർത്തനങ്ങൾ ഒരു വ്യക്തിയുടെ പ്രകടനവും നൈപുണ്യവുമായ മെച്ചപ്പെടുത്തലിനും വികസിപ്പിക്കുന്നതിനുമായിട്ടുള്ള ക്ഷമതനെയാണ് നമ്മൾ എന്ത് പറയണത്, സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാല്. ഇതിന്റെ കമ്പോണൻസ് എത്രയാണ്? സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസിൽ 3 കമ്പോണൻസ് പറഞ്ഞു. സ്പീഡ്, വേഗത അല്ലെങ്കിൽ വേഗം. ഒരു കാര്യം ചെയ്യാനായിട്ട് സ്പീഡി ആണെങ്കിൽ ആ കുട്ടി എന്താണ്, ആ ഒരു കുട്ടി നല്ല രീതിയിൽ മുന്നോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ചുറുചുറുക്ക്, ഇങ്ങനെ പതുക്കെ അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് കണ്ടാൽ തന്നെ തോന്നും, അയ്യോ കുട്ടി എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നമുക്ക് ചുറുചുറുക്കില്ല എന്ന് നമുക്ക് തോന്നും. അപ്പൊ നല്ല ചുറുചുറുക്കോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവർ നല്ല സ്കില്ലുണ്ട്, നല്ല ടാലന്റ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയും. ദെൻ കോർഡിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബാലൻസ്, ഒരു ഏകോപനം, എല്ലാ കാര്യങ്ങളും ഏകോപിച്ചുകൊണ്ടാണ്. ആ ഒരു പവർ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്താണ്, നല്ല സ്കിൽ ഉണ്ടെന്ന് പറയും. നെക്സ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കോസ്മെറ്റിക് ഫിറ്റ്നസ്. നോക്കാം. The term refers to the capacity to create beautiful physical fitness parameters. ഇത് നമ്മൾ പറയും. ഇത് നിങ്ങൾ മിക്കവരും നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കോസ്മെറ്റിക് ഫിറ്റ്നസ്. നേരത്തെ പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്, കായികക്ഷമതയുടെ കാര്യം പറഞ്ഞു. നെക്സ്റ്റ് പറഞ്ഞത് സ്കിൽ റിലേറ്റഡ് ആണ്. ചില വ്യക്തികൾക്ക് അവരുടേതായ ഒരു സ്കിൽ ഉണ്ടാവും ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്. അപ്പൊ ആ സ്കിൽ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതായത് കോസ്മെറ്റിക് ഫിറ്റ്നസ് ആണ് പറഞ്ഞത്. ഒരു വ്യക്തിനെ സംബന്ധിച്ച് എന്താ പറയാ, നല്ല ബ്യൂട്ടിഫുൾ ഫിസിക്കൽ ഫിറ്റ് ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നോക്കാറുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ ഗേൾസ് ആയതുകൊണ്ട് ഞാൻ പറയാം, നമ്മളൊക്കെ എങ്ങനെയാണ് നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരിക്കും പോകുന്നത്. മിക്കവർക്കും നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചിലർക്ക് ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമായിരിക്കും. ചിലർക്ക് ഈ കോസ്മെറ്റിക് ഐറ്റംസ് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് എന്താണ്, ഏത് ഫിറ്റ്നസിൽ വരും? നമ്മൾ മറ്റുള്ളവർ കാണുമ്പോൾ നമ്മൾ ഫിസിക്കലി ബ്യൂട്ടിഫുൾ ആയിരിക്കണം എന്നുള്ള ചിന്തയാണ് ഏതിൽ വരുന്നത്, കോസ്മെറ്റിക് ഫിറ്റ്നസിൽ വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു 3 ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്. കോസ്മെറ്റിക് ഫിറ്റ്നസ് വായിച്ചില്ല. The term refers to the capacity to create beautiful physical fitness parameters. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഔട്ടർ വേർഡ്, ഔട്ട്വേർഡ് അപ്പിയറൻസ് ആണ് ഇതിൽ വരുന്നത്. ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് അവരെ പുറത്തുനിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്, ഓക്കെ അവൻ എന്താണ് കോസ്മെറ്റിക് ഫിറ്റ് ആണ്, നല്ല ഭംഗിയൊക്കെ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കും. എന്റെ കാഴ്ചപ്പാടിൽ എനിക്ക് നല്ലൊരു ഭംഗിയുണ്ടെന്ന് തോന്നുന്ന കുട്ടികളെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര ഭംഗിയൊന്നും ഇല്ലാന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ എന്താണ്, അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതാണ് കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഔട്ടർ ബോഡി അല്ലെങ്കിൽ ഔട്ടർ അപ്പിയറൻസിനെയാണ് കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഹെൽത്ത് റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കായിക പ്രവർത്തനം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റണം. ആ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാനുള്ള കപ്പാസിറ്റിനെയാണ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. സ്കിൽ റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്കും ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് സ്കിൽസ് ഉണ്ട്. ആ സ്കിൽസ് എന്ത് ചെയ്യണം, നമ്മൾ നല്ല രീതിയിൽ അത് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. കോസ്മെറ്റിക് ഫിറ്റ്നസ്, നമ്മൾ വ്യക്തിനെ കാണുമ്പോൾ ആ വ്യക്തി നല്ല രീതിയിൽ അപ്പിയറൻസ് ആണ്, ഔട്ടർ അപ്പിയറൻസ് അത്ര നല്ല ഭംഗിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, അയാൾ കോസ്മെറ്റിക്കലി ഫിറ്റ് ആണ്, നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയും. അപ്പൊ ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ഒന്ന് വായിച്ചു നോക്കിയേ.
കോസ്മെറ്റിക് ഫിസിക്കൽ ഫിറ്റ്നസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. നമ്മൾ മറ്റുള്ളവർ കാണുമ്പോൾ കുറച്ചും കൂടി എന്താണ് ഒരു ഇംപ്രഷൻ കിട്ടണം എന്ന് വിചാരിച്ച് നമ്മുടെ ഔട്ടർ ബോഡിയിൽ അല്ലെങ്കിൽ ഔട്ടർ അപ്പിയറൻസിൽ മാറ്റം വരുത്തും. ചിലവര് നല്ല രീതിയിൽ മുടിയൊക്കെ കെട്ടിട്ട് വരും, ചിലർ നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വരും, ചിലവർ നല്ല എന്താ പറയാ കോസ്മെറ്റിക് ആയിട്ടുള്ള ഇത് യൂസ് ചെയ്തിട്ട് ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കാനായിട്ട് അവർ പുറമേന്ന് കാണുമ്പോൾ നമുക്ക് അവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നല്ല എന്താ പറയാ നല്ലൊരു വ്യക്തിയായിട്ട് നമുക്ക് തോന്നും. കോസ്മെറ്റിക്കലി നല്ല എന്താ പറയാ നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നും. അതെ അതെ, സ്കിൽ റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും അവരവരുടെ സ്കിൽ എങ്ങനെയായിരിക്കും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ എനിക്കാണെങ്കിൽ ഞാൻ വേഗം നടക്കും, ഇപ്പൊ സ്പീഡിൽ നടക്കും. അപ്പൊ അതേ സ്പീഡ് മറ്റുള്ളവർക്ക് ഉണ്ടാവുന്നില്ല. അപ്പൊ ഞാനത് ആ നടത്തത്തിന്റെ സ്പീഡ് ചെറുപ്പത്തിൽ എങ്ങനെ കൂട്ടി അപ്പൊ ആ ഒരു സ്പീഡ് കൂട്ടി അതേപോലെ തന്നെ ആ പെട്ടെന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡിലാണ് നടക്കുന്നത്. അതേപോലെ നല്ല കോർഡിനേഷനുമാണ്. നമ്മള് ഈ പറഞ്ഞ ബോഡി പാർട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് ചെറുപ്പത്തിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നല്ല രീതിയിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാനായിട്ട് പറ്റും. സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് വെച്ചാൽ ഓരോ വ്യക്തിക്കും അവരവരുടെ സ്കില്ലുകൾ ഉണ്ടാവും. അപ്പൊ ആ സ്കില്ലുകൾ നമ്മൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു എന്ത് ചെയ്യാ ആ ഒരു കാര്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റണം. നമ്മുടെ എന്താ പറയാ സ്പോർട്സിലായാലും മോട്ടോർ സ്കിൽസ് ആയാലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഹെൽത്ത് റിലേറ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് നമുക്ക് നല്ല ലൈഫ് നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് നല്ല രീതിയിൽ അതെന്ത് ചെയ്യാനായിട്ട് ജീവിച്ച് തീർക്കാനായിട്ട് പറ്റണമെങ്കിൽ നമ്മൾ എന്താണ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് വേണം. നമുക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ലാതെ, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ, വേറെ വൈകല്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കലി ഫിറ്റ് ആണെന്ന് പറയും. സ്കിൽ റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും എനിക്ക് കഴിവില്ല, ഞാൻ വെറുതെ മിസ്സേ എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊന്നല്ല. നമ്മളുടെ കഴിവ് എന്നാണോ തിരിച്ചറിയുന്നത് ആ ഒരു ദിവസം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് തിരിച്ചറിഞ്ഞ് നമ്മൾ നമ്മുടെ കഴിവിന്റെ പുറകെ പോകാൻ നോക്കാം. അവിടെ നമ്മളുടെ സ്പീഡ്, നമ്മുടെ അജിലിറ്റി, നമ്മുടെ കോർഡിനേഷൻ കൂടുതലായിട്ട് കൊടുക്കുക. നമ്മുടെ കഴിവ് എന്താണെന്ന് തിരിച്ചറിയാം, അതിൽ നമ്മൾ എന്തിനെ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുക, ആ കഴിവ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണോ ഈ പോർഷൻ? ഓക്കെ. Activity helpful for developing physical fitness components. നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പോണൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇന്ന് നമ്മൾ പറയാൻ പോണത്. The major training for developing physical fitness are walking. ഇത് നടക്കാറുണ്ടോ? എത്ര പേരുണ്ട് നടക്കണവര്? എനിക്ക് മാറ്റാം. എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ നടക്കണവര്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെറുപ്പത്തിൽ നന്നായിട്ട് നടക്കുമായിരുന്നു, നല്ല സ്പീഡിൽ നടക്കുമായിരുന്നു, നല്ല മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു, സമ്മാനമൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ എനിക്ക് കുറച്ച് നാളായിട്ട് എനിക്ക് നടക്കുമ്പോ ഭയങ്കരമായിട്ട് എന്താണ് അണപ്പ് അല്ലെങ്കിൽ ശ്വാസം കിട്ടാത്ത പോലത്തേക്ക് അവസ്ഥ തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പം എനിക്ക് ഇതിന്റെ കൊറോണ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വന്നൊരു ഇതാണ്. കുറച്ച് നാളായിട്ടുള്ളൂ ഇപ്പൊ വന്നിട്ട്. അപ്പം ഇപ്പൊ ആദ്യം ഞാൻ നടക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കുറച്ച് നടക്കുമ്പോഴേക്കും മണക്കും, പിന്നെ എനിക്ക് നടക്കാൻ പറ്റൂല. പക്ഷെ ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാവോ? എനിക്ക് മാറ്റിയെടുക്കാൻ കാരണം ചെറുപ്പത്തിലെ നടന്ന് അത്ര ദൂരം സ്പീഡിൽ ചെല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ സ്കൂളിലേക്ക് അതൊരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ഞാൻ കവർ ചെയ്തിരുന്ന ഞാൻ ഒരു 100 മീറ്റർ നടക്കുമ്പോൾ പോലും എനിക്ക് ഒരു പ്രശ്നം വന്നു. ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങിയ വാക്കിങ് കണ്ടിന്യൂസ് ആക്കി. എന്ന് വെച്ചാല് കുറച്ച് സ്ഥലമുള്ളൂ ദൂരെ, വീട്ടിൽ നിന്ന് കുറച്ച് ദൂരത്തേക്കാണ് പോകേണ്ടത്. ഞാൻ നടക്കും, വണ്ടി ഉണ്ട് എടുക്കില്ല, ഞാൻ നടക്കും. നടന്ന് ഞാൻ എന്ത് ചെയ്യും, ആ സ്ഥലത്തേക്ക് എത്തും. നമുക്ക് എന്താണ്, നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യണം. നമ്മൾ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് മാത്രമല്ല, നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് എങ്കിലും ചെയ്യേണ്ടതാണ്. നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എങ്കിലും നമ്മൾ ചെയ്യാം. അപ്പൊ നടക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് എന്ത് വരും, ഓക്സിജൻ. നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഓക്സിജൻ നമ്മുടെ ബോഡിയിലേക്ക് ആഗിരണം ചെയ്യും. അതുവഴി നമുക്ക് കൂടുതലായിട്ട് കുറച്ച് എന്താ പറയാ എനർജറ്റിക് ആവാനും പറ്റും. നമ്മുടെ പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻസ് ഒക്കെ ബോഡിയിൽ എത്തിച്ചെല്ലുകയൊക്കെ ചെയ്യും. ഇത് നടക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ റണ്ണിങ് ആണ് പറയണത്. നമ്മുടെ നല്ല രീതിയിൽ റൺ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പൊ ഞങ്ങളുടെയൊക്കെ വീടിന്റെയൊക്കെ അടുത്ത് വൈകുന്നേരവും അതേപോലെ തന്നെ രാവിലെ വെളുപ്പിനൊക്കെ ചില ചേട്ടന്മാര് അവർക്ക് തോന്നുന്നത് PSC-യിലൊക്കെ റാങ്ക് ലിസ്റ്റിലുള്ള ചേട്ടന്മാരാണ് ഉണ്ടാവും. അപ്പൊ അവരൊക്കെ എന്താണ് നല്ല രീതിയിൽ ഓടുന്ന കാണാൻ പറ്റും. ടൈം ഒക്കെ വെച്ചിട്ട് നല്ല സ്പീഡിൽ ഓടനെ കാണാൻ പറ്റും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മസ്കുലർ
പേശി സംബന്ധമായിട്ടുള്ള ദൃഢത കിട്ടാൻ വേണ്ടിയിട്ടാണ്, മസ്കുലാർ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ അതേപോലെ ചടുലത കിട്ടാൻ വേണ്ടി, പിന്നെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഈ ചെറിയ മത്സര പരീക്ഷയിലൊക്കെ സ്പീഡ് ഡാൻസ് ഒക്കെ നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി ആണ്. ചില സ്പീഡിന്റെ പോയിന്റിൽ നമുക്ക് ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്താണ് സ്പീഡൊക്കെ കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് അവര് എന്ത് ചെയ്യാറുണ്ട്, റൺ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വെയിറ്റ് ട്രെയിനിങ് ആണ്. നമ്മൾ മുമ്പ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ട്രെയിനിങ് എന്ന് വെച്ചിട്ട് നമ്മളെ വീട്ടിലെ പഴയ പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പണി തന്നെ എടുത്തുള്ളായിരുന്നു, വെയിറ്റ് ട്രെയിനിങ്ങിന് എവിടെയും പോകില്ല. പക്ഷെ ഇന്ന് നമുക്ക് അങ്ങനെ അത്രയും വീട്ടില് ജോലികൾ കുറവാണ്. വീട്ടിലെ ജോലികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര വെയിറ്റ് ട്രെയിനിങ് ആയിട്ടുള്ള റിലേഷൻ ജോബില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മള് വെയിറ്റ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ജിമ്മിലോ അങ്ങനെ എന്തെങ്കിലും എന്താ പറയാ ഒരു സെന്ററിൽ ചെന്നിട്ടാണ് വെയിറ്റ് ട്രെയിനിങ് ഒക്കെ എടുക്കാറ്. ഇത് നമ്മുടെ മസ്കുലർ കണ്ടിന്യൂറ്റി, നമ്മുടെ പേശിബലം കൂട്ടും. അത് കൂടാണ്ട് നമ്മുടെ സ്ട്രെങ്ത്തും കൂട്ടും. ഇനി സ്ട്രെച്ചിങ് ആണ് കേട്ടോ. സ്ട്രെച്ച് ചെയ്യാറുണ്ടാ? ഇപ്പൊ നമ്മൾ കുറേ നേരം, ഞാൻ നിങ്ങളുടെ അടുത്ത് ക്ലാസ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചു നേരം കഴിയുമ്പോൾ സ്ട്രെച്ച് ചെയ്യും. വെച്ചാല് ഒരു ബോഡിക്ക് ഒരു ഉണർവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ നീക്കിയിട്ട് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് സ്ട്രെച്ച് ഒക്കെ ചെയ്യും. കാരണം എന്താണത്, സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്താണ് ഫിസിക്കൽ ഫിറ്റ് ആവും. കുറച്ച് നമ്മൾ സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടും. പെട്ടെന്ന് നമുക്ക് കുറച്ചും കൂടി എന്താണ് കുറച്ചും കൂടി നമ്മുടെ ബോഡിയിലേക്ക് ഓക്സിജൻസ് ഒക്കെ സപ്ലൈ കൂടും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ആ ഒരു ക്ലാസ് ഇപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന ചിലപ്പോൾ ബോറൊക്കെ അടിക്കട്ടോ. അപ്പൊ എന്ത് ചെയ്യാ, യോഗ സ്ട്രെച്ചിങ് ആണ്. അപ്പൊ സ്ട്രെച്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ഒക്കെ ചെയ്ത് ഇപ്പൊ ക്ലാസ്സിന്റെ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ബോറടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അപ്പൊ തന്നെ സ്ട്രെച്ച് ഒക്കെ ചെയ്യും അല്ലെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ബോറടി ഒക്കെ മാറി നമുക്ക് വീണ്ടും ആ ക്ലാസ് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. യോഗ ചെയ്യാനായിട്ട് പറ്റും. യോഗ ചെയ്യുന്നത് സ്ട്രെച്ചിങ്ങിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ നമ്മൾ യോഗ ഡെയിലി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും. ബോഡി നമ്മൾ കണ്ടിട്ടുണ്ട്, യോഗ ചെയ്യണവരുടെ ബോഡി, ഞാൻ ചെയ്യാറില്ല, ഞാൻ പറഞ്ഞതാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. യോഗ ചെയ്യണവരുടെ ബോഡി നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആയിരിക്കും. അവരുടെ മൂവ്മെന്റ്സ് ഒക്കെ കറക്റ്റ്. എന്താ പറയാ, നമുക്ക് വിചാരിക്കുമ്പോൾ അവരെന്താണ് അങ്ങനെ ചെയ്യുന്നത്, അവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു. അത് പ്രാക്ടീസ് ആണ്. ആദ്യം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. അവർ പ്രാക്ടീസ് ചെയ്ത് അവർക്ക് ലൈഫിൽ അത് എന്ത് ചെയ്തു, അവർ ലൈഫിൽ ആർജിച്ചെടുത്ത കഴിവാണ് ഈ സ്ട്രെച്ചിങ് ഒക്കെ കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ഫിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് 4 കമ്പോണൻസ്. വെയിറ്റ് ട്രെയിനിങ് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ എന്താ പറയാ ജിമ്മിലൊക്കെ പോയിട്ട് വെയിറ്റ് ഒക്കെ എടുത്ത് ട്രെയിൻ ചെയ്യൂലേ? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി മസ്കുലർ കണ്ടിന്യൂറ്റി, പേശിബലം കൂട്ടും. പിന്നെ കുറച്ചുകൂടി സ്ട്രെങ്ത് ഒക്കെ കൂട്ടും. നമ്മുടെ സ്ട്രെങ്ത് ബോഡി ഇപ്പൊ ഫിറ്റ് ആയിട്ടിരിക്കും. ആൺപിള്ളേരൊക്കെ ഈ മസിലൊക്കെ വീർപ്പിച്ച് വരുമ്പോ അവരോട് നമ്മൾ പറയും വെയിറ്റ് ഒന്നും എടുക്കാൻ പറഞ്ഞാൽ അവർക്ക് സിമ്പിൾ ആയിരിക്കും. കാരണം എന്താണ്, അവര് നമ്മള് ജിമ്മിലൊക്കെ പോയിട്ട് നല്ല രീതിയിൽ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ എടുത്ത് വന്നവരായിരിക്കും. അപ്പൊ കുറച്ചും കൂടി പേശിബലം കിട്ടും, നമുക്ക് കുറച്ചും കൂടി സ്ട്രെങ്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ട്രെയിനിങ് എടുക്കുന്നത്. നമ്മൾ നമ്മുടെ ലൈഫിൽ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്: വാക്കിങ്, റണ്ണിങ്, വെയിറ്റ് ട്രെയിനിങ്, സ്ട്രെച്ചിങ്. ഇതില് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജീവിതത്തിൽ പ്രാക്ടീസ് ആക്കാനായിട്ട് പറ്റും. ഏതെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയത്. എന്താണ് പറഞ്ഞത്, നമ്മൾ ഏതെങ്കിലും ഒരു ട്രെയിനിങ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് വരും. ഇത് ഏതെങ്കിലും ഒരു കമ്പോണന്റ് നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറയുന്നത് വോക്കിങ്ങും റണ്ണിങ്ങും. വോക്കിങ് നമ്മളെ കൊണ്ട് പറ്റും, നമുക്ക് പ്രശ്നമൊന്നുമില്ല, ആരും ഒന്നും നമ്മളെ കളിയൊന്നും നടക്കില്ല. പക്ഷെ നമ്മൾ ഓടാനായിട്ട് പോയി കഴിഞ്ഞാല് ഇതൊക്കെ എന്താണിത്, ഇത്ര പ്രായമായിട്ട് ഓടാൻ പോണം എന്നൊക്കെ വിചാരിക്കും. നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യാം. അതേപോലെ വെയിറ്റ് ട്രെയിനിങ് നല്ലതാണ്. സ്ട്രെച്ചിങ്, യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്ത് നല്ലതാണ്. നമ്മുടെ ബോഡി കുറച്ചും കൂടി റിലാക്സ് ആവും, കുറച്ചും കൂടി പോസിറ്റീവ് ആയിട്ടുള്ള എനർജി കിട്ടും. പിന്നെ ഡാൻസിങ്, നമുക്ക് ഇഷ്ടമുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാം. എനിക്ക് ഇഷ്ടമാണ് ഡാൻസ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ബോഡി ജിമ്മിൽ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ബോഡി കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും. ഈ സ്ട്രെച്ചിങ് പോലെ തന്നെയാണ് എന്താ ഡാൻസ് എന്ന് പറയുന്നത്. കാരണം കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിരിക്കില്ലേ ബോഡി. അപ്പൊ ഓരോരുത്തരും ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ കുട്ടികളെയും അത് ശീലിപ്പിക്കാം. ഓക്കെ, ആദ്യമൊന്നും അവർക്ക് ഇഷ്ടമായിരിക്കില്ല. നമ്മൾ നടക്കാൻ പോകുമ്പോൾ അവരെ വിളിക്കുക കൂടെ,
പെട്ടെന്ന് നമ്മൾ കുട്ടികളോട് പോയിട്ട് എടാ നീ പോയിട്ട് ഒരു അരമണിക്കൂർ നടന്നിട്ട് വരാൻ പറഞ്ഞാല് അവരങ്ങനെ ചെയ്യൂല. ഓക്കെ, അവരങ്ങനെ ചെയ്യൂല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. കുറച്ചു നേരം നടത്തിക്കണം. എല്ലാ ദിവസവും നമ്മൾ അവരുടെ ഒപ്പം നടത്തണം. നമുക്ക് സ്കൂളിലേക്ക് വരുന്ന കുട്ടികളാണെങ്കിൽ PT അവറിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരൊരു 2 റൗണ്ട് ഒക്കെ ഓടിക്കാൻ പറ്റും. ഞങ്ങളുടെയൊക്കെ PT ടീച്ചർ ആയിരിക്കണം. അത് ഞങ്ങൾ വലിയൊരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് മൊത്തം ഇട്ട് ഓടിപ്പിക്കുമെന്ന് 2 റൗണ്ട് 1 റൗണ്ട് ഒക്കെ ഓടിപ്പിക്കുമായിരുന്നു. ദൈവം ഒരു റൗണ്ട് ഓടിപ്പിക്കും കമ്പൽസറി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കളിക്കാനായിട്ട് സമ്മതിക്കുള്ളൂ. അപ്പൊ എന്താണ് കമ്പൽസറി ആയിട്ട് ഒരു റൗണ്ട് എല്ലാവരും ഓടി എത്തും. ഓക്കെ, അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്തിരിക്കണം, എൻഗേജ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കുള്ളൂ. നമ്മുടെ അത്യാവശ്യം അസുഖങ്ങളിൽ നിന്നൊക്കെ കുറച്ചും കൂടി നമ്മൾ എന്താ ഫ്രീ ആവും. വെയിറ്റ് ട്രെയിനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ മോനി ജിമ്മിലൊക്കെ പോണത് കണ്ടിട്ടുണ്ടോ? ജിമ്മിൽ ആൾക്കാർ വെയിറ്റ് ഒക്കെ എടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെന്തുകൊണ്ട് അങ്ങനെ എടുക്കുന്നത്, കുറച്ചും കൂടി സ്ട്രെങ്ത് ആകും, ബോഡി കുറച്ചും കൂടി ഫിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് വെയിറ്റ് ട്രെയിനിങ് ഒക്കെ എടുക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ബോഡി കുറച്ചും കൂടി എന്താവാനായിട്ട് ഒന്ന് സ്ട്രെങ്ത് അല്ലെങ്കിൽ കുറച്ചും കൂടി മസ്കുലർ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതാണ് വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതായത് വേറെ ഒരുപാട് അതിന് അർത്ഥമൊന്നും കണ്ടുപിടിക്കാൻ പോകണ്ട, നമുക്ക് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചു നോക്കി. എല്ലാവരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഞാൻ വായിച്ചില്ലേ ബോഡി കോമ്പോസിഷൻ, അതെവിടെയാ പറയണേ? നമ്മൾ സ്ട്രെച്ചിങ് ബോഡിയുടെ കോമ്പോസിഷനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡിയുടെ ആ ഒരു എന്താ പറയാ അങ്ങനെയല്ലടാ, സ്ലിം ആയിട്ടിരിക്കുന്നവര് മാത്രമാണ് വെയിറ്റ് ട്രെയിനിങ്ങിന് വേണ്ടി പോണത്. അല്ലാലോ, കുറച്ചും കൂടി ബോഡി സ്ട്രെങ്ത് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്, സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ആൾക്കാർ ബോഡി ജിമ്മിലൊക്കെ പോവാറില്ലേ? അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളുടെ മസിൽസ് കുറച്ചും കൂടി സ്ട്രെങ്ത് ആവാൻ, നമ്മുടെ ബോഡി കുറച്ചും കൂടി എന്താവാനായിട്ട് ഇതാവാൻ വേണ്ടിയിട്ട്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചടുലത ഉണ്ട്. ചടുലത നമ്മൾ ഇന്നലെ കുറെ പ്രാവശ്യം പറഞ്ഞതാണ്. ചടുലത, ചുറുചുറുക്ക് എന്നൊക്കെ പറയൂട്ടോ. ഓക്കെ, സ്ട്രെച്ചിങ്ങിലാണ് ഞാൻ ബോഡി കോമ്പോസിഷൻ. അതേപോലെ കാർഡിയോ. ഓക്കെ, നമ്മളിത് വായിച്ചിട്ടില്ല, ഞാൻ വായിച്ചു പറഞ്ഞേ. ഞാനത് വായിക്കാൻ വിട്ടു അല്ലേ? ഓക്കെ, walking can develop the physical fitness contents like body composition and cardiovascular fitness. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നടത്തം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബോഡിയുടെ ശരീരഘടന കുറച്ചുകൂടി എന്ത് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് നടക്കുന്നത്. നമ്മളെല്ലാവരും ഇപ്പൊ ഇരിക്കുന്നത് എങ്ങനെയായിരിക്കും, ഒന്ന് ചുരുണ്ട് കൂടി, ഇപ്പൊ ഞാനിരുന്ന പോലെ ഒന്ന് ചുരുണ്ട് കൂടി, നടുവിനൊക്കെ ഒരു ചെറിയ വളവൊക്കെ കൊട്ടതായിരുന്നത്. അങ്ങനെയല്ല ഇരിക്കുന്നത്, ഇത് ശരിക്കും സ്റ്റഡി ആയിട്ടാണ് ഇരിക്കേണ്ടത്. അതേപോലെ എനിക്ക് നമ്മൾക്ക് നല്ല രീതിയിൽ വോക്കൊക്കെ ചെയ്യണ വ്യക്തിയാണെങ്കിൽ അവരുടെ ആ ബോഡി പാർട്ട് സ്ട്രെയിറ്റ് ആയിരിക്കും, നട്ടല് വളയാതെ ആയിരിക്കും അവരെന്ത് ചെയ്യണം നടക്കുന്നത്. അപ്പൊ ബോഡിയുടെ ആ കമ്പോസിഷൻ, ആ ശരീരഘടന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ ചെയ്യാൻ പറ്റും. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, നടക്കുകയാണെങ്കിൽ നമുക്ക് കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ് കിട്ടും. നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് കൂടുതലായിട്ട് ഹാർട്ടിന് അത് നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ ലങ്സിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തും. അത് പെട്ടെന്ന് എന്ത് ചെയ്യണം, വിഘടിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് പല ഭാഗത്തിലേക്ക് എത്തണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് എന്ത് ചെയ്യാനായിട്ട് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. കാർഡിയോ വാസ്കുലർ വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർട്ട് റിലേറ്റഡും നമ്മുടെ ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിറ്റ്നസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ റണ്ണിങ് ആണ്. റണ്ണിങ് ക്യാൻ ഡെവലപ്പ് ദ ഫിസിക്കൽ ഫിറ്റ്നസ് കണ്ടന്റ്സ് ലൈക്ക് മസ്കുലർ കണ്ടിന്യൂറ്റി, ശരീരത്തിലുള്ള പേശിബലം, പേശിക്ക് അത്യാവശ്യം കുറച്ചും കൂടി എന്താവും, ദൃഢത കൈവരിക്കാൻ സഹായിക്കും. അജിലിറ്റി വെച്ചാൽ കുറച്ചും കൂടി ചുറുചുറുക്കുണ്ടാവും ആൾക്കാർക്ക്. അതേപോലെ കുറച്ചും കൂടി സ്പീഡി ആയിരിക്കും അവർ ചെയ്യുന്ന കാര്യങ്ങളല്ലെങ്കിൽ ആ നടത്തത്തിന് നല്ല സ്പീഡ് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. വെയിറ്റ് ട്രെയിനിങ് ക്യാൻ ഡെവലപ്പ് ദ ഫിസിക്കൽ ഫിറ്റ്നസ് കണ്ടന്റ് ലൈക്ക് മസ്കുലർ കണ്ടിന്യൂറ്റി. നമ്മുടെ ശരീരത്തിന്റെ പേശിബലം കൂട്ടാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ട്രെയിനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്ത്, നമ്മുടെ മസിൽസിന്റെ സ്ട്രെങ്ത് ഒക്കെ ഇത് കൂട്ടാനായിട്ട് വെയിറ്റ് ട്രെയിനിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി സ്ട്രെച്ചിങ് ആണ് പറഞ്ഞത്. സ്ട്രെച്ചിങ് ക്യാൻ ഡു ദ ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പോണൻസ് ലൈക്ക് ബോഡി കമ്പോസിഷൻ, ഫ്ലെക്സിബിലിറ്റി. മെയിൻ ആയിട്ട് ഇവിടെ പറയുന്നത് നമ്മുടെ ശരീരഘടന നല്ല രീതിയിലാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ പറയുന്നത് ഫ്ലെക്സിബിലിറ്റി.
ഫ്ലെക്സിബിലിറ്റി അല്ല ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കാനായിട്ട് ബോഡിനെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സ്ട്രെച്ചിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്ട്രെച്ചിങ് ഓക്കെ ഓക്കെ അല്ലേ? ഇല്ല, തോട്ട് ഇൻഫെക്ഷൻ ആണ് ചെറുതായിട്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒന്ന് വായിച്ചു നോക്ക്. നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. പറ്റാണെങ്കിൽ നിങ്ങളത് എഴുതിയെടുക്കണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇന്ന് നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ കഴിയുകയാണ്. 8th ഫസ്റ്റ് ചാപ്റ്റർ എന്നെയാണ് കഴിയണത്. ഫസ്റ്റ് തീരുന്നത് ആദ്യത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണത് ഞാനാണോ? സോറി, 8th എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയുടെ ക്ലാസ്സിലല്ലേ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ധാരണ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഒരു കുറച്ച് 10-15 ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. 10 ക്വസ്റ്റ്യൻസ് തരാനെങ്കിലും ഞാൻ മാക്സിമം ശ്രമിക്കും. നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഞാൻ ടൈപ്പ് ചെയ്യും, മാക്സിമം പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യും. ഒറ്റ പ്രാവശ്യം പറഞ്ഞങ്ങോട്ട് പോകും. ടൈപ്പ് ചെയ്തത് ഇപ്പൊ അത് അപ്പ് എഴുതെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്തത് ഒന്ന് നോക്കാം. ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്തിട്ട് ഒന്ന് ഞാൻ ക്ലാരിഫൈ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, എന്തെങ്കിലും ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ അപ്പൊ ചോദിക്കാം. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഓപ്ഷൻസ് ഒന്നും തരില്ല. നിങ്ങൾ എന്ത് ചെയ്യാം, ആൻസർ ഞാൻ ഈ ക്വസ്റ്റ്യൻ അയച്ചു കഴിയുമ്പോ അതിനൊപ്പം തന്നെ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് അയക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പറയുമ്പോ റിപ്പീറ്റ് ചെയ്യില്ല, കാരണം ഇത്തിരി ടോക്ക് ഓഫ് ഓർഡർ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, dash is the state of dash is the state of being dash is the state of being identical with the freedom from diseases and illness. ക്വസ്റ്റ്യൻ കഴിഞ്ഞു, ഇപ്പൊ തന്നെ അയക്കാട്ടെ ആൻസർ. ഓക്കെ, dash is the state of being identical with the freedom from the diseases and illness. എന്താണ്? ഹെൽത്ത് ആണ്. ഓക്കെ, എല്ലാവരും ഒന്ന് എഴുതിയെടുത്തേ. എല്ലാവരും ഒന്ന് കറക്റ്റ് ചെയ്ത് എന്നിട്ട് എഴുതി എടുത്തിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. കംപ്ലീറ്റ് ഇംപ്രഷൻ ഇട്ടാൽ മതി. ഞാനപ്പോ നിങ്ങള് കംപ്ലീറ്റ് ആക്കിയെന്ന് വിചാരിച്ചു. ആൻസറും അതിനൊപ്പം തന്നെ എഴുതി വെച്ചോട്ടോ. നോക്കാട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Which physical fitness that related to muscles ability to continue to perform without weakness? ഏത് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? നമുക്കൊരു വീക്ക്നെസ് ഇല്ലാണ്ട് നമ്മുടെ എന്ത് ചെയ്യാനായിട്ട്. ഓക്കെ, ആൻസർ വന്നു, എൻഡ്യൂറൻസ്. അത് എഴുതി വെച്ചിട്ട് എല്ലാവരും ഞാൻ ഇന്നലെ ക്വസ്റ്റ്യൻസ് തന്നില്ലല്ലോ. ഇന്നലെ ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നല്ലോ, ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരാം ഇവിടുന്ന്. ഓക്കെ, എല്ലാവർക്കും അത് കിട്ടിയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്ടാ. Which physical fitness
which physical fitness എന്നല്ല, which physical strength that relates to the range of motion available at a job. Which physical fitness strength that relate to the range of motions available at a job. Speed ആണോ? എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. ഫ്ലെക്സിബിലിറ്റി ആണ് ആൻസർ. ഫ്ലെക്സിബിലിറ്റി ആണ് ആൻസർ കേട്ടോ. മൂന്നാമത്തെ എനിക്ക് പറഞ്ഞത്. ഓക്കെ, സ്പീഡ് അല്ല കേട്ടോ, ഫ്ലെക്സിബിലിറ്റി ആണ്. ഒന്നും കൂടി പറയാം. Which physical strength that relating to the range of motion available at a job. ഒരു ജോബിൽ തന്നെ നമുക്ക് എത്ര ranges ഉണ്ട്, എങ്ങനെ അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ ഒരു സ്ട്രെങ്ത്തിന് നമ്മൾ എന്ത് പേര് വെച്ചാണ് പറയുന്നത്? എന്താണ്? ഫ്ലെക്സിബിലിറ്റി ആണ് ആൻസർ. ഇനി നെക്സ്റ്റ്, which physical fitness that relates to the rapidly changing the position of entire body. ആൻസർ ആരെ ടൈപ്പ് ചെയ്ത് അയക്കണ്ട, ക്വസ്റ്റ്യൻ വന്നിട്ട് അയച്ചാൽ മതി. Entire body in a space with speed and efficiency. ഏത് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്? എന്ത്? നമ്മുടെ ബോഡീനെ പെട്ടെന്ന് ബോഡിയിൽ ആ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് നല്ല സ്പീഡ്, അതേപോലെ തന്നെ നല്ല സ്പീഡോട് കൂടി നല്ല എഫിഷ്യൻസിയോട് കൂടി നമുക്ക് ആ തന്നിരിക്കുന്ന ജോബ് ചെയ്ത് തീർക്കാൻ പറ്റുന്നത് ഏതാണ്? അജിലിറ്റി. ഓക്കെ, ഇപ്പൊ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയി? നമ്പർ വിട്ടുപോയല്ലേ ഞാൻ. എത്രണ്ണായെന്നൊന്ന് പറയോ പിള്ളേരെ? 4. ഇനി വരുന്നത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ലാസ്റ്റ് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഒരാളെ കൊണ്ട് വായിപ്പിക്കാം. അപ്പൊ നമുക്കത് ക്യാച്ച് ചെയ്യും. 5ാമത്തത്, dash is the ability to bring out daily task without weakness ഒന്നും ഇല്ലാതെ നമ്മളുടെ ഡെയിലി ടാസ്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡ്യൂറൻസ്, സ്ട്രെങ്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് എന്താണ്? ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ. പോസിറ്റീവ്. ഓക്കെ, പോസിറ്റീവ്
health in the individuals complete biological and psychological well-being as decorated by quality life, quality of life, and a sense of dash. Last ആണ് ഇത് വന്നത്. And a sense of dash. ഒരു മിനിറ്റ്. എന്തായോ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഓക്കെ 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 ഓക്കെ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. Physical fitness categorized into physical fitness. ആൻസർ ഇതിന് താഴെ ആയിരിക്കും കേട്ടോ. Physical fitness can be categorized. Okay, into എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് വലിയ മിസ്റ്റേക്ക് ഉണ്ടോ? അതൊന്ന് ചെക്ക് ചെയ്തേക്ക്. ടെസ്റ്റിലുണ്ട് കാറ്റഗറൈസ്ഡ്. ഫിസിക്കൽ ഫിറ്റ്നസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻടു. അറിയാം, എനിക്ക് നമ്പർ അറിയാം. വിച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് പേരുകൾ ചോദിച്ചിരിക്കുന്നത്? 3ന്റെ പേര് ടൈപ്പ് ചെയ്ത് വെച്ചോട്ടോ. അപ്പോഴെങ്കിലും ഒന്ന് വായിക്കട്ടെ. 3 ഉള്ളൂ. ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചേ. ഫിസിക്കൽ ഫിറ്റ്നസ് എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്? ഷോർട്ട് ഫോംസ് ഒന്നും വേണ്ട ഇവിടെ. ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, ദെൻ കോസ്മെറ്റിക് ഫിസിക്കൽ ഫിറ്റ്നസ്. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നത്? ഏഴ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. Dash physical component, dash physical fitness component, dash physical fitness contents. Okay, contents nagada component venda. Components venda. Contents helps cardiovascular fitness. ഏതോ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഏതാണത്? നെക്സ്റ്റ് 9ാമത്തെ വാക്കിംഗ് ആണ്. ഓക്കെ. ഡാഷ് ഫിസിക്കൽ ഫിറ്റ്നസ് components. Sorry, components spelling it. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്തു. കറക്റ്റ് ടൈപ്പ് ചെയ്ത് അയക്കണേണ്ടിയാണ്. Components helps the flexibility help ചെയ്യുന്നത് ഏത് കമ്പോണന്റ് ആണ്? Dash physical fitness component helps the flexibility. Okay.
10ാമത്തത് dash can develop the physical fitness contents like muscular continuity, comma, strength, etc. Running. Okay. Running ആണോ? വെയിറ്റ് ട്രെയിനിങ് ആണ് പിള്ളേരെ. വെയിറ്റ് ട്രെയിനിങ് ആണ്. അത് ശ്രദ്ധിക്കണം. സ്ട്രെങ്ത് കൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വെയിറ്റ് ട്രെയിനിങ് ആണ്. വെയിറ്റ് ട്രെയിനിങ് ആണ് ആൻസർ. നിങ്ങൾ വേഗം ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് പരിചയമുള്ള ഓപ്ഷൻ ആണെന്ന് വിചാരിച്ച് എന്ത് ചെയ്ത് തെറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ 10ാമത്തെ നമ്മൾ ചെയ്തത്. 11ാമത്തെ കേട്ടോ. Next question. Full form of HRPF. Full form of HRPF. Full form of HRPF. എന്താണ് health related physical fitness. ഇനി full form of SRPF. ഹെൽത്ത് റിലേറ്റഡ് കഴിഞ്ഞോ? ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ അയക്കാം. പോവേണേ. ഫുൾ ഫോം ഓഫ് SRPF. സ്കിന്നാണോ കുറച്ച് സ്കില്ലാണോ? സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. SF stands for dash. SF stands for dash. So SF അല്ല CF ആണ്. പിള്ളേരെ ഞാൻ ടൈപ്പ് ചെയ്ത് തന്നെ മാറിപ്പോയതാണ്. SF stands for cosmetic fitness. Which are the contents of physical fitness? എന്തൊക്കെയാണ് കണ്ടൻസ്? ഏതൊക്കെയാണ് കണ്ടൻസ്? 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. Which are the contents of physical fitness? ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കണ്ടൻസ് എന്തെല്ലാം? കോമിറ്റ് ടൈപ്പ് ചെയ്ത ശേഷം സ്ട്രെങ്ത്, എൻഡ്യൂറൻസ്, ഫ്ലെക്സിബിലിറ്റി, സ്പീഡ്, അജിലിറ്റി, കോർഡിനേഷൻ. ഓക്കെ, ഏതെങ്കിലും മോഡ് 1 ഔട്ട് ആയിട്ടായിരിക്കും ചോദിക്കണത്. ചിലപ്പോ ഏതെങ്കിലും ഇതിൽ പെടാത്തത് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ സെലക്ട് ദ കറക്റ്റ് ആൻസർ അല്ലെങ്കിൽ സെലക്ട് ദ റോങ് ആൻസർ റിലേറ്റിംഗ് ടു ദ കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ കറക്റ്റ് ആയതുള്ളത് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നോക്കിയിട്ട് ചെയ്യണം. സ്പീഡ്, സ്ട്രെങ്ത്, എൻഡ്യൂറൻസ്. ഓക്കെ, എല്ലാവർക്കും കിട്ടിയല്ലോ. Next question, major
training, major training activities for developing physical fitness components are major training activities ആണ് അവിടെ W വന്നിട്ടുണ്ട്. അതൊന്നും എഴുതിക്കാതിരിക്കും. Activities for developing physical fitness components are. ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ്? ടൈപ്പ് ചെയ്ത വാക്കിങ്, റണ്ണിങ്, വെയിറ്റ് ട്രെയിനിങ് അത് ഒരുമിച്ച് എഴുതിക്കോ. കാരണം ഓപ്ഷണൽ ആയിട്ട് വേറെ ഏതെങ്കിലും ആക്ടിവിറ്റികൾ കൊടുത്തിട്ട് കോർഡിനേഷൻ കൊടുത്തിട്ട് ചോദിക്കും. മാച്ച് ദ ഫോളോയിങ് അല്ലെ എന്താ പറയുക, ചൂസ് ദ റൈറ്റ് ആൻസർ ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ എടുത്തു. ഈ ചാപ്റ്ററിൽ എക്സ്ട്രാ വന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാൻ മ്യൂട്ട് ഓൺ ആക്കാം. ഈ ചാപ്റ്റർ മിസ്സായ കുട്ടികളോട് ഞാൻ പറഞ്ഞു ലാസ്റ്റ് 10 മിനിറ്റ്സ് പറയാന്ന് പറഞ്ഞു. ആ കുട്ടികൾ റെക്കോർഡ് ക്ലാസ് ആണ് കാണാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 3 റെക്കോർഡ് ക്ലാസ് കണ്ടെങ്കിൽ പോർഷൻ നമുക്ക് അത് കവർ ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കാണാം. ഇനി അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ കണ്ടിന്യൂ ചെയ്യുന്ന ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് നിങ്ങൾ കയറാം. റെക്കോർഡ് എന്റെ അഭിപ്രായത്തിലാണെങ്കിൽ റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് നെക്സ്റ്റ് ക്ലാസ്സുകൾ ഇപ്പൊ എന്റെ ക്ലാസ് കഴിഞ്ഞു, എന്റെ ചാപ്റ്റർ കഴിഞ്ഞു, നെക്സ്റ്റ് ഇതായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചാപ്റ്റർ തന്നെയാണ്. എന്നാൽ പോലും റെക്കോർഡ് ക്ലാസ് കണ്ടിട്ടാണ് മോൻ കയറുന്നതെങ്കിൽ കുറച്ചും കൂടി എന്താണ് കുറച്ചും കൂടി ഹെൽപ്പ് ആയിരിക്കും. ഓഡ് വൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി ഇപ്പൊ നമ്മൾ പറയുകയാണ് ചൂസ് ദ ഓഡ് വൺ, റണ്ണിങ്, വാക്കിംഗ്, സ്ട്രെച്ചിങ്, കോർഡിനേഷൻ. അപ്പൊ ഏതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? ഓഡ് വൺ ഏതാണ് അതിൽ? ഓഡ് വൺ കോർഡിനേഷൻ ആണ്. ഇനി നേരത്തെ കേസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ഏതായിരുന്നു? ഓഡ് വൺ ഔട്ട് ആണ്. സ്പീഡ്, എൻഡ്യൂറൻസ്, ഫ്ലെക്സിബിലിറ്റി, റണ്ണിങ്. ഈ പറഞ്ഞത് ഏതാണ്? ഓഡ് വൺ റണ്ണിങ് ആണ്. അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ മാക്സിമം നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് ക്ലാസ്സിൽ കയറാൻ നോക്കുക. ഓരോ ചാപ്റ്റർ വൈസ് എല്ലാ ദിവസവും ഞാൻ പുതിയ ക്വസ്റ്റ്യനോടാണ് പറയുന്നത്, പുതിയ കുട്ടികളുണ്ടെന്ന് തോന്നുന്നത്. അപ്പം ഞാനിപ്പോ ഡിസ്കസ് ചെയ്ത 15 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് മോക്ക് ടെസ്റ്റിന് 5 എണ്ണോട് വന്നത്. ഇതിലേറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇടുന്നത്. നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇത് ഈവനിങ്ങിനുള്ളിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾ അത് ആ ലിങ്കിൽ കയറാം, അത് ആൻസർ ചെയ്യാം, കറക്റ്റ് ആൻസർ ചെയ്യണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് അയക്കാം. അതെന്താ മിസ്സായി പോയത്? ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ തന്നെ കുറെ മെസ്സേജ് വന്നുകൊണ്ട് നമുക്ക് ബാക്കിലോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നോക്കട്ടെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ ഞാൻ അയച്ചു തരാം. നാളെ ചിൽഡ്രൻസ് ഡേനെ കുറിച്ചിട്ടുള്ള ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ നല്ല രീതിയിൽ. നമ്മുടെ എല്ലാ ബാച്ചിലെ കുട്ടികളും അത് പ്രസന്റ് ചെയ്യും. നിങ്ങളും അതേപോലെ തന്നെ പ്രസന്റ് ചെയ്യാൻ ഞങ്ങൾ എല്ലാവരോടും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളും നല്ല രീതിയിൽ എത്ര മനോഹരമാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അത് എന്ത് ചെയ്യാം, പ്രസന്റ് ചെയ്യാം. നാളെ ആദ്യ ക്ലാസ് ആണെന്ന് അറിയാവോ? അശ്വതി മാഡത്തിന് ഇംഗ്ലീഷിലാണ്. സോ കുഴപ്പമില്ല, നിങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തു. എല്ലാവരും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണം. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്? ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആദ്യമായിട്ടാണ് നിങ്ങളുടെ ബാച്ചിൽ മോക്ക് ടെസ്റ്റ് ഇടുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിലാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടില്ലേ, അത് നല്ല രീതിയിൽ അത് എന്ത് ചെയ്യാൻ നോക്കാം,
പ്രസന്റ് ചെയ്യാനായിട്ട് പോകുക. ആദ്യത്തെ ആയതുകൊണ്ട് ഒന്ന് തെറ്റിപ്പോയെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോ പറഞ്ഞ പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ വരുന്നത്. എല്ലാവരും സ്പീച്ചിന് റെഡി ആവണമെന്നില്ല, ഒരാള് പ്രസന്റ് ചെയ്താൽ മതി. കാരണം അത്രയും ടൈം ഉണ്ടാവില്ല നമുക്ക്. അപ്പൊ നല്ല ഇംഗ്ലീഷ് ക്ലാസ് ആണ്, അപ്പൊ ആ ഒരു ശ്രദ്ധയോട് കൂടി ഇംഗ്ലീഷിലാണ് നിങ്ങൾ സ്പീച്ച് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ചെയ്യാം. നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ ഈ ഡൗട്ടുകളൊക്കെ ക്ലിയർ ആവും കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇപ്പോഴല്ല, നാളത്തേനുള്ളിൽ അവര് മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ഇട്ടേക്കും. നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. വേറെ ഒന്നുമില്ല. ആരാണ് റസി? ബാക്കി എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? പ്ലീസ് റിപ്ലൈ. റസ്ന കുമാർ, മോൻ എന്താണ് പ്രശ്നം? കമർ, മോക്ക് ടെസ്റ്റ് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരനുസരിച്ചിരിക്കും മോനെ. എനിക്ക് പറയാനൊന്നും പറയൂല. ടൈം നമുക്ക് പറയാനായിട്ട് പറ്റൂല കേട്ടോ. അത് ഇട്ടിട്ടുണ്ടാവും നിങ്ങളുടെ ഗ്രൂപ്പില്. നിങ്ങളുടെ ഗൂഗിൾ മീറ്റിൽ കയറി നോക്കുമ്പോ ലിങ്ക് കിടക്കുന്നുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാം. 1-2 ദിവസം വൈകി എന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. ചില എനിക്ക് തോന്നുന്നത് ഡെയിലി കളയോ എനിക്ക് അറിഞ്ഞൂടെ ശരിക്കും. സിനു മോൻ ആദ്യമായിട്ടാണ് കയറുന്നത് ഇവിടെ? മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ് പോർഷൻ എന്നുള്ളത്. ഞാൻ എടുത്തത് ക്ലിയർ ആണോ? എടുത്ത പോർഷൻ ക്ലിയർ ആണോ? അസൈൻമെന്റ് ആരും തന്നിട്ടില്ലല്ലോ. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഇവിടെ തരും. ഞാനൊരു ആക്ടിവിറ്റി തന്നത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അസൈൻമെന്റ് ആയിട്ട് ഞാനൊന്നും തന്നിട്ടില്ല. അസൈൻമെന്റ് ആണെങ്കിൽ അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. സ്കാൻ ചെയ്ത് PDF സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഞാൻ അസൈൻമെന്റ് ഒന്നും തന്നിട്ടില്ല, ആക്ടിവിറ്റി ആണ്. നല്ല രീതിയിൽ അതൊന്ന് വായിച്ചു നോക്ക്. ഈ പോർഷൻ ഒന്ന് 2-3 പ്രാവശ്യം വായിച്ചു നോക്ക്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടും. ടെസ്റ്റ് കിട്ടാത്ത വല്ല കാര്യമാണെങ്കിൽ നിങ്ങൾ മാക്സിമം ടെസ്റ്റ് വാങ്ങിക്കാനായിട്ട് നോക്കാം. റസ്ന ആക്ടിവിറ്റി കാണിച്ചു തന്നോ കേട്ടോ. ആക്ടിവിറ്റി അസൈൻമെന്റ് ബുക്കിൽ ചെയ്യണമായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സാവാനുള്ള പ്രശ്നമുണ്ട്. അതുകൊണ്ട് അസൈൻമെന്റ് ബുക്കിൽ ചെയ്യാനാണ് ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. ഓക്കെ, ഇനി ആക്ടിവിറ്റി ചെയ്തവരൊന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. രചന ആണ് ആദ്യം കാണിക്കുന്നത്. നമ്മുടെ ഇത് ഫുൾ ആക്കട്ടെ കേട്ടോ. രചന കാണിച്ചോട്ടെ കേട്ടോ. രചന അല്ലല്ല, റീച്ച. മോന്റെ പേര് പറഞ്ഞോടാ. ഓക്കെ, എല്ലാ ആക്ടിവിറ്റീസും അസൈൻമെന്റ് ബുക്കിലുള്ള കാരണം നമ്മള് ഇപ്പൊ ഇത് പറഞ്ഞില്ലേ, ആക്ടിവിറ്റീസ് ആക്ഷൻ സോങ് ഒക്കെ പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അസൈൻമെന്റ് ബുക്കിൽ ചെയ്യാനായിട്ട് പറ്റിയാലോ. നമ്മൾ പ്രസന്റ് ചെയ്യണ്ടല്ലേ, അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചിലതൊക്കെ ചാർട്ടിലായിരിക്കും ചെയ്യണത്. ചിലപ്പോ ഒരു വീട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അസൈൻമെന്റ് ബുക്കിൽ ചെയ്യാൻ പറ്റും ആക്ടിവിറ്റി. ഒരു പിന്നെ ചില പേപ്പറൊക്കെ വെച്ച് കട്ട് ചെയ്ത് ഒരു വീടിന്റെ ഷേപ്പ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞത് ആക്ടിവിറ്റി ബുക്കിൽ ചെയ്യാൻ പറ്റിയാലോ. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. ഓക്കെ, ഇവ കാണുന്നുണ്ടാ? നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ടൈം കഴിഞ്ഞു. സോ 1-2 പേരാണ്. ഓക്കെ, 1-2 പേരാണെന്ന് വിചാരിച്ചു. നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം. എന്റെ പിള്ളേരൊക്കെ നല്ല പിള്ളേരാണ്. അതുകൊണ്ട് ഇനി എല്ലാവരെയും കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം കൺസ്യൂമിങ് ആണ് കേട്ടോ. എനിക്കത് നമുക്ക് ടൈം ലിമിറ്റ് ആയതുകൊണ്ട് അത് കാണാൻ പറ്റാത്തത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഇവിടെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് തോന്നുന്നു. സ്റ്റുഡൻസ് ടീമിൽ കോൺടാക്ട് ചെയ്ത ടെക്സ്റ്റ് ബുക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. അതൊന്ന് കോൺടാക്ട് ചെയ്യാൻ ഒരു അഡ്രസ് സെൻഡ് ചെയ്ത് കൊടുക്കാം. എന്റെ പൊന്നു മക്കളെ, ആക്ഷൻ സോങ്സിന്റെ ആക്ടിവിറ്റീസ് ഒന്നും ഇതിൽ ചെയ്യണ്ട. പറഞ്ഞ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്ന ആക്ടിവിറ്റി എല്ലാം അസൈൻമെന്റ് ബുക്കിലാണോ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞ ആക്ടിവിറ്റിയുടെ നേച്ചർ അനുസരിച്ചിരിക്കും. ഇപ്പൊ അസൈൻമെന്റ് അല്ല, ഒരു ആക്ഷൻ സോങ് ആണെങ്കിൽ അത് നിങ്ങൾ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ തന്ന ആക്ടിവിറ്റി അസൈൻമെന്റ് ബുക്കിൽ എഴുതി തയ്യാറാക്കേണ്ടതാണ്.
ചിലപ്പോൾ ചില ആക്ടിവിറ്റീസ് എന്തെങ്കിലും കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിരിക്കും, ചിലപ്പോ ഒരു വീട് ഉണ്ടാക്കാനായിരിക്കും, അതിന്റെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാനായിരിക്കും. അപ്പൊ അത് നമുക്ക് ആ ബുക്കിൽ ചെയ്യാനോ പ്രസന്റ് ചെയ്യാനോ പറ്റില്ല, അത് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ.